ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പോസ്റ്റ് കണ്ടോ? ഒരു 2-3 ദിവസമായിട്ട് കാണുന്നതാണ്. സഞ്ജു സാംസൺ മുംബൈ ഇന്ത്യൻസിലേക്ക് പോകുന്നു എന്നും പറഞ്ഞൊരു പോസ്റ്റ് ആരോ അടിച്ചു വിട്ടു. അത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ ഓരോരുത്തർ പടത്തി വിടുന്നുണ്ട്. ആകെ പുള്ളി രാജസ്ഥാനിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്നതേ ഉള്ളൂ. ഒന്ന് കാലുറപ്പിച്ച് വെച്ചപ്പോഴേ അവിടുന്ന് പറിച്ച് മുംബൈയിലേക്ക് പോകുമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിന്റെ ഓണർ ആനന്ദ് അംബാനി പറഞ്ഞിരുന്നതാണ്. സഞ്ജു സാംസനെ അവർക്ക് നേരത്തെ തന്നെ ഈ പറയുന്ന പോലെ മുംബൈ ഇന്ത്യൻസിൽ എത്തിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. സഞ്ജുവിനായിട്ട് ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടാഞ്ഞതാണ്. ആ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞതിന്റെ പേരിലാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സംഭവം. നേരത്തെ മുതൽ അവർ ട്രൈ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അവർ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ സഞ്ജു സാംസൺ ഇപ്പോൾ ചെന്നൈ ടീമിൽ വന്ന് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ന്യൂസ് പടച്ചു വിടുന്ന ആളുകൾ ഒന്നാമതെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനത്തിൽ ചുമ്മാ അടിച്ചു വിട്ടാൽ മതി. ഒന്ന് ചെറുതായിട്ട് തീ കത്തിച്ച് വിട്ട് കഴിഞ്ഞാൽ കാട്ടുതീ പടരുന്ന പോലെ പടരും. അപ്പൊ ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അടുത്ത IPL സീസണിൽ സഞ്ജു മുംബൈയിലേക്ക് ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരമൊക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചെന്നൈയുടെ ശിവൻ ഡൂബൈനെയും ഋതുരാജ് ഗെയ്ക്വാദിനെയും ചെന്നൈ മുംബൈക്ക് കൊടുക്കും, അങ്ങനെ ഹാർദിക്കിനെ ഇങ്ങോട്ട് എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെയാണ് എന്നൊക്കെ പറയും. ആ സമയത്ത് മുംബൈ ഇന്ത്യൻസ് ഇവരെ രണ്ടുപേരെയും വേണ്ട, പകരം സഞ്ജുവിനെ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പടച്ചുവിടുന്നത്. ആരോ നല്ല രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു കാര്യം ഒഫീഷ്യലി ഒന്നും വന്നിട്ടില്ല. സഞ്ജു സാംസൺ തന്നെ ഇപ്പം നമുക്കറിയാം KCL നടന്നുകൊണ്ടിരിക്കുകയാണ്, കേരള ക്രിക്കറ്റ് ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സഞ്ജുവിന്റെ തന്നെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്ന് പറയുന്ന ടീം ഉണ്ടായിരുന്നു സഞ്ജു സാംസൺ കഴിഞ്ഞ തവണ കളിച്ച. പക്ഷെ ഇത്തവണ എന്തുകൊണ്ടോ സഞ്ജു സാംസൺ കളിക്കുന്നില്ല, KCL കളിക്കുന്നില്ല. പകരം KCLന്റെ ഒരു ഐക്കണായിട്ട് സഞ്ജു സാംസനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി സഞ്ജുവിനോട് ചോദിച്ചപ്പോൾ തന്നെ സഞ്ജു പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനായിട്ട് എടുക്കുന്ന കുറച്ച് തീരുമാനങ്ങൾ, ഇത്രയും നാളും അങ്ങനെയല്ലായിരുന്നു, ഞാനായിട്ട് ബ്രേക്ക് എടുക്കുകയാണ്. അതായത് വരുന്ന വലിയ ടൂർണമെന്റുകൾ, കാരണം ഇന്റർനാഷണൽ മാച്ചസ് ഉണ്ടാവും, അതുപോലെ തന്നെയുള്ള ഡൊമസ്റ്റിക് സീസണിൽ ഏതെങ്കിലുമൊക്കെ മത്സരങ്ങൾ വന്നാൽ കളിക്കാൻ പാകത്തിന് ശരീരത്തിനെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നതാണെന്നുള്ളത്, അതിന് പൂർണ്ണ സപ്പോർട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. എന്താണെങ്കിലും BCCIയുടെ C കാറ്റഗറിയിൽ ഇപ്പോഴുമുള്ള സഞ്ജു സാംസൺ, അതായത് ABC കാറ്റഗറി ഉണ്ടല്ലോ, പ്ലേയേഴ്സിനെ കാറ്റഗറൈസ് ചെയ്ത് തിരിച്ചിട്ട് അവർക്ക് വാർഷിക വരുമാനം നൽകുന്നുണ്ട് BCCI. അതിൽ C കാറ്റഗറിയിലാണ് സഞ്ജു ഉള്ളത്. എന്താണേലും സഞ്ജു ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ ഉറപ്പായിട്ടും BCCIയുടെ ഒരു അനുമതിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. കാരണം ഉറപ്പായിട്ടും ആ ഒരു ക്രിക്കറ്റ് ബോർഡുമായിട്ടൊക്കെ സംസാരിച്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ ടീം മാനേജ്മെന്റും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് ഒരു ധാരണയിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ബ്രേക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ ബ്രേക്ക് കൊടുക്കുക. കാരണം ശരീരത്തിന് വിശ്രമം വേണം. വിശ്രമം മാത്രമല്ല, ട്രെയിനിങ് വേണം. അത്യാവശ്യം അടുത്ത ഒരു സീസൺ വരുമ്പം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു കാര്യമായിട്ട് സഞ്ജു ഇപ്പോൾ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെയുള്ള ചൂടൻ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സഞ്ജു സാംസൺ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലായിട്ട് ഒന്നെങ്കിൽ ആരെങ്കിലും ഇല്ലാത്ത വാർത്തകൾ വളച്ചൊടിച്ചുണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ. ഇപ്പം ഇതിന്റെ ഇടയ്ക്ക് സഞ്ജു മോഹൻലാലുമായിട്ട്, നമ്മുടെ സ്വന്തം ലാലേട്ടനുമായിട്ട് ചേർന്നൊരു പരസ്യം ചെയ്ത് സോഷ്യൽ മീഡിയ ഒന്ന് കത്തിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ സഞ്ജു മൊത്തത്തിൽ എല്ലായിടത്തും മിന്നി തെളിഞ്ഞു നിൽപ്പുണ്ട്. അപ്പൊ ഏതായാലും ഇനിയുള്ള ഇന്റർനാഷണൽ മാച്ചസ് ഒക്കെ വരുന്ന സമയത്ത് ഇന്ത്യൻ ഓപ്പണിംഗ് സ്ഥാനത്ത് എന്തായാലും സഞ്ജു സാംസൺ ഉണ്ടാകാനുള്ള സാധ്യതകൾ നന്നായിട്ടുണ്ട്. കാരണം എപ്പോഴും ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ, വലങ്കൈ ഇടങ്കൈ കോമ്പിനേഷനാണ് ഇന്ത്യ പരീക്ഷിക്കാറുള്ള, ഇന്ത്യ ചെയ്യാറുള്ള, സ്ഥിരം ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ സഞ്ജു സാംസണ് നല്ല സാധ്യതയുണ്ട്. കാരണം ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ഒന്നെങ്കിൽ ഇഷാൻ കിഷൻ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അഭിഷേക് ശർമ്മ ആയിരിക്കും ഉണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും വലങ്കൈനായിട്ട് സഞ്ജു തന്നെ ആയിരിക്കും ഓപ്പണിംഗ് പൊസിഷൻ ഉണ്ടാകുന്നത്. പിന്നെ പ്രത്യേകിച്ച് സഞ്ജുവിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വിക്കറ്റ് കീപ്പിംഗ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഏറ്റവും നല്ലൊരു പോസിറ്റീവ് ഘടകമാണ്. പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര നന്നായിട്ട് കളിച്ചെന്ന് പറഞ്ഞാലും ഈ ഉത്തരേന്ത്യൻ ലോബി സഞ്ജുവിനെ എപ്പോഴും എങ്ങനെ ചവിട്ടാം എന്നുള്ളത് നോക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഈ പ്രതിസന്ധികളെല്ലാം എങ്ങനെ തരണം ചെയ്ത് കയറി വരണം എന്ന് സഞ്ജു സാംസൺ തന്നെ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പം ഇങ്ങനത്തെ ഒരു ഫേക്ക് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്.
ഒരിക്കലും സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലിയോ അല്ലെങ്കിൽ സഞ്ജുവിന്റെ ആയിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്നോ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. പകരം ഏതോ ഒരു ആള് എവിടെയോ കേട്ട ഒരു കാര്യം, എപ്പോഴോ പണ്ട് പറഞ്ഞ ഒരു കാര്യം, അതായത് മുംബൈ ഇന്ത്യൻസിന് എപ്പോഴോ സഞ്ജു സാംസനെ മുംബൈയിലേക്ക് എത്തിക്കാനായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അവർ പറഞ്ഞു, എപ്പോഴോ പറഞ്ഞ ഒരു കാര്യമാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് ഇപ്പം കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങനത്തെ AI സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് കുറെ ന്യൂസും പിന്നെ കുറെ പാരഗ്രാഫൊക്കെ എഴുതി കൂട്ടുന്നുണ്ട് ഓരോരുത്തർ. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു കാര്യം ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ട് സഞ്ജുവിന്റെ അരങ്ങേറ്റം ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ക്യാപ്റ്റൻ സ്ഥാനം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ക്യാപ്റ്റൻസി മോഹിച്ചല്ല ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നത്, ഋതുരാജ് ഗെയ്ക്വാദിന്റെ അണ്ടറിൽ തന്നെ കളിക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ക്യാപ്റ്റൻ ആണെന്നുള്ളൊരു മോഹമില്ല, പകരം അവിടെ നല്ല ഋതുരാജ് ഗെയ്ക്വാദ് എന്നൊരു ക്യാപ്റ്റനുണ്ട്, ക്യാപ്റ്റന്റെ അണ്ടറിൽ കീഴിൽ കളിക്കാൻ ഞാൻ പൂർണ്ണ താല്പര്യത്തോടു കൂടി തന്നെയാണ് ചെന്നൈയിലേക്ക് വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. മാത്രമല്ല രാജസ്ഥാൻ റോയൽസിൽ നല്ല രീതിയിൽ നിന്നിരുന്ന സഞ്ജു സാംസൺ അവിടെ ചെറിയ ഒരു എന്താ പറയുന്നത്, റിയാൻ പരാഗ് എന്ന് പറയുന്ന ഒരു താരത്തിനെ അവർ ഉയർത്തിക്കൊണ്ട് വരാനുള്ള അവരുടെ ടീം മാനേജ്മെന്റിന്റെ ശ്രമത്തിൽ, അതായത് ഈ റിയാൻ പരാഗ് എന്ന് പറയുന്ന ഒരു താരം രാജസ്ഥാൻ റോയൽസിന്റെ ഒരു ഓണറുടെ എന്തോ അനന്തരവനോ മറ്റോ ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബന്ധത്തിന്റെ പേരിൽ അവർ സഞ്ജുവിനെ ചവിട്ടാൻ തുടങ്ങിയ സമയത്തേക്കാണ് സഞ്ജു നൈസായിട്ട് ഇങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ പുള്ളിക്കാരൻ രാജസ്ഥാൻ വിട്ടൊന്നും പോരത്തില്ല. ഏതായാലും ആ ഒരു കൂടുമാറ്റം തന്നെ വളരെ നല്ലതായിരുന്നു. കാരണം മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം ധോണിയുടെ ഒരു പിൻഗാമിയായിട്ട്, ധോണിയോളം എത്തുമോ എന്ന് നമ്മൾ പറയില്ല, എങ്കിലും സഞ്ജുവിന് നല്ല ടാലന്റ് ഉണ്ട്. എങ്കിലും ധോണിക്കൊരു പിൻഗാമി എന്നുള്ളൊരു നിലയിലാണ് സഞ്ജുവിനെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം ഉറപ്പായിട്ടും സഞ്ജു സാംസൺ അടുത്ത സീസണിലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കൂടെ തന്നെ ആയിരിക്കും. ഇതുവരെ ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റും പോയിട്ടില്ല. അതുകൊണ്ട് സഞ്ജു പോലും അറിഞ്ഞിട്ടുണ്ടാകത്തില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ചിലപ്പോൾ എവിടെ ഇരുന്ന് മാറിയിരുന്ന് ചിരിക്കുന്നുണ്ടായിരിക്കും, ആരുടെ ഇതൊക്കെ പടച്ചു വിടുന്നതെന്നൊക്കെ ഓർത്തുകൊണ്ട്. അപ്പം എന്തായാലും അടുത്ത ഒരു സീസണിൽ ചെന്നൈക്കായിട്ട് നല്ല തകർപ്പൻ മത്സരം സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ചെന്നൈക്ക് വേണ്ടി മാത്രമല്ല, ഇന്റർനാഷണൽ മാച്ചസ് ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോഴും നന്നായിട്ട് കളിക്കട്ടെ. സഞ്ജു നല്ല ഇന്നിങ്സുകൾ കളിക്കുന്നത് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഏത് സമയവും മലയാളി ഉൾപ്പെടെയുള്ള ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സഞ്ജു സാംസൺ. ആ വിമർശനങ്ങളെല്ലാം എന്നാ പറയുന്നത് കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം മറ്റേ ഈ ചാരത്തിൽ നേറ്റു വരുന്ന രീതിയിൽ നമ്മൾ ഈ പറത്തില്ലേ ഫീനിക്സ് പക്ഷിയെ പോലെ കയറി വരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ചവിട്ടിയാ താഴത്തുമില്ല. പിന്നെ ഇതുപോലുള്ള ഫേക്ക് ന്യൂസുകൾക്കൊന്നും പ്രത്യേകിച്ച് വാലിഡിറ്റി ഇല്ല. അപ്പം എന്തായാലും ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പം എനിക്കിത് ഇവിടെ ഒന്ന് പറയണം എന്ന് തോന്നി. കാരണം ജസ്റ്റ് പുള്ളി പോലും സഞ്ജു പോലും അറിഞ്ഞിട്ടുണ്ടാകത്തില്ല ദൈവമേ ഇതെന്തൊക്കെയായി നടക്കുന്നത് എന്നുള്ളത്. അപ്പം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പടച്ചു വിടുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താന്നുള്ളത് ഇല്ല. എവിടെയോ എന്തോ കേട്ടു, അത് വെച്ചിട്ട് വെച്ച അലക്കുക എന്ന് പറയത്തില്ലേ. സോഷ്യൽ മീഡിയയിൽ വലിയ പാരഗ്രാഫിലൊക്കെയാണ് ഓരോരുത്തർ ചെയ്തിരിക്കുന്ന സഞ്ജു സാംസന്റെ മുംബൈ ഇന്ത്യൻസിലേക്കുള്ള കൂടുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരു സംഭവം പോലും ഇല്ല, ഒരു അനൗൺസ്മെന്റും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അടുത്ത തവണയും മഞ്ഞക്കുപ്പായത്തിൽ തന്നെ സഞ്ജുവിന്റെ ഒരു നല്ല ഇന്നിങ്സ്, ഒരു ഇന്നിങ്സ് അല്ല, ആ ഒരു സീസൺ നന്നായിട്ട് IPL മത്സരങ്ങളിൽ തന്റെ ഫ്രാഞ്ചൈസിക്കായിട്ട് അടിപൊളി കളി കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ സഞ്ജുവിന്റെ മാച്ചസ് കാണാൻ വേണ്ടി ഇങ്ങനെ ഭയങ്കര വ്യഗ്രതയോടെ കാത്തിരിക്കുകയാണ്. നല്ല കിടിലൻ മാച്ചസ് സഞ്ജു കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഒരു മലയാളി എന്ന നിലയിൽ സഞ്ജുവിനെ ക്രീസിൽ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര പാടാണ് ഒരു മലയാളിക്ക് ക്രിക്കറ്റ് ടീമിൽ, അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി. അവിടം വരെ എത്തിയ ഒരാളെ നമ്മളായിട്ട് ചീത്ത പറയേണ്ട കാര്യമില്ല. എല്ലാ തവണയും എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ഒരേ ഫോമിൽ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാ പ്ലേയേഴ്സിനും അത് ബാധകമാണ്. സഞ്ജുവിന് മാത്രം ഇടയ്ക്ക് ഫോം ഔട്ട് ആകുന്ന സമയത്ത് എല്ലാവരും കൂടി കുരിശെ തിറക്കുന്ന കാണുമ്പോൾ സങ്കടമുണ്ട്. അദ്ദേഹത്തിന്റെ നല്ല ഇന്നിങ്സുകൾ നമുക്ക് ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പം ആ ഒരു ഫേക്ക് ന്യൂസ് കണ്ടപ്പം ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് പറഞ്ഞു പോകുന്നു. എന്നും സഞ്ജുവിന്റെ ഒരു കടുത്ത ആരാധകൻ.
ബൈ.